Hi everyone, in today's class I am going to discuss about potentiometer. The instrument designed for measuring the unknown voltage by comparing it with the known voltage. Such type of instrument is known as the potentiometer. അതായത് ഒരു അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോൺ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു മെഷർ ദി അൺനോൺ വോൾട്ടേജ് വി ആർ കമ്പയറിംഗ് ദി നോൺ വോൾട്ടേജ് വിത്ത് എ സ്റ്റാൻഡേർഡ് സെൽ. എന്നിട്ട് അൺനോൺ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. So next, construction of potentiometer. The construction of potentiometer is categorized into two parts. So first one is sliding part and other one is non-sliding part. അപ്പം ഇതിൽ മുകളിൽ കാണുന്ന പാർട്ടാണ് സ്ലൈഡിംഗ് പാർട്ട് ആൻഡ് വി കോൾ ഇറ്റ് ആസ് വൈപ്പർ. ആൻഡ് ബിലോ ഈ ഇവിടെ കാണുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, നോൺ സ്ലൈഡിംഗ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോൺ സ്ലൈഡിംഗ് പാർട്ട് എന്ന് പറയുന്നത്. So the motion of the sliding part, sliding contact in the motion എന്ന് പറയുന്നത് is either translatory or rotational ആയിരിക്കും. So depending upon the motion of the sliding contact, the potentiometer is classified into translatory and rotational type potentiometers. So next, working of potentiometers. So working അത് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ദെൻ ഇതിൽ ഒരു സ്ലൈഡിംഗ് വയർ ഉണ്ട്. സോ സ്ലൈഡിംഗ് വയറിൽ ഒരു വർക്കിംഗ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ വി ആർ യൂസിങ് എ സ്റ്റാൻഡേർഡ് സെൽ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് അൺനോൺ വോൾട്ടേജ് വിത്ത് സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. അതായത് സ്റ്റാൻഡേർഡ് സെല്ലുമായിട്ട് അൺനോൺ വോൾട്ടേജ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അൺനോൺ വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് എ സ്റ്റാൻഡേർഡ് സെൽ ചെയ്യുക. നമ്മളൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സെല്ല് യൂസ് ചെയ്യണം. ദെൻ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്വിച്ച് രണ്ട് പൊസിഷനായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. കാലിബ്രേറ്റ് എന്ന് പറഞ്ഞ പൊസിഷനും അതേപോലെ തന്നെ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ കാലിബ്രേറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കോണ്ടാക്റ്റ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ, അതായത് പൊട്ടൻഷ്യോമീറ്ററിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോഴാണ് ഏതുമായിട്ട് കോണ്ടാക്റ്റ് വരിക, കാലിബ്രേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരിക. ആൻഡ് അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്താണ് എസ് ഏതുമായിട്ട് കോണ്ടാക്റ്റ് വരിക, ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റുമായിട്ട് വരിക. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ആണ്. It's a process of adjusting the working current supplied by the supply battery such that voltage drop across a portion of the sliding wire matches with the standard reference source. അതായത് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എസ് എന്ന് പറഞ്ഞ പൊസിഷൻ ഏതുമായിട്ട് കോണ്ടാക്റ്റ് വരണം, ഈ കാലിബ്രേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരണം. ദെൻ കെ ഏതുമായിട്ട് കോണ്ടാക്റ്റ് വരണം, ഈ ഒരു ജോക്കി പാർട്ട്, അതായത് ഇതുമായിട്ട് ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പാർട്ടുമായിട്ട് കോണ്ടാക്റ്റ് വരണം. സോ നമ്മൾ ബൈ അഡ്ജസ്റ്റിംഗ് ദ റിയോസ്റ്റാറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, അപ്പം നമുക്ക് ഇവിടെ കെ എന്ന് പറയുന്നത് ഇവിടെ കോണ്ടാക്റ്റ് വന്നു, സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കോണ്ടാക്റ്റ് വന്നു. സോ എ സി എന്ന് പറഞ്ഞ വോൾട്ടേജ്, അതായത് വോൾട്ടേജ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് സി, ദാറ്റ് ഈസ് E1, അത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെല്ലിനോട് ഈക്വൽ ആയിരിക്കണം. സോ അതെങ്ങനെയാണ് ഈക്വൽ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വർക്കിംഗ് കറണ്ട് അഡ്ജസ്റ്റ് ആവും. അപ്പം ഈ ഗാൽവനോമീറ്ററിൽ ഒരു പെർട്ടിക്കുലർ കറണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ എന്താവും, നൾ ഡിഫ്ലക്ഷൻ ആവും. അതായത് ഈ വോൾട്ടേജ്, ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് സി വിൽ ബി ഈക്വൽ ടു ഏതിനോട് ഈക്വൽ ആയിരിക്കും, സ്റ്റാൻഡേർഡ് സെല്ലിനോട് ഈക്വൽ ആയിരിക്കും. സോ ആ ഒരു കണ്ടീഷനിൽ ഗാൽവനോമീറ്റർ എന്താവും, നൾ ഡിഫ്ലക്റ്റ് ആയി. അപ്പം നൾ ഡിഫ്ലക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിലും, അതായത് ഇവിടെയുള്ള പോയിന്റിലും അതേപോലെ തന്നെ ഈ പോയിന്റിലും എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. ആ കേസിൽ മാത്രമേ, അതായത് രണ്ട് പോയിന്റിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ അതിലൂടെ എന്തുണ്ടാവില്ല, കറണ്ട് പാസ് ചെയ്യില്ല. സോ അപ്പം എന്താണ് E1 ഏതിനോട് ഈക്വലായി, ഈ സ്റ്റാൻഡേർഡ് സെൽ വോൾട്ടേജുമായിട്ട് ഈക്വലായി. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.0186 ആണ്. അതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെല്ലിൻ്റെ വാല്യൂ. സോ ആ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെല്ല് 1.018 ആണ്, 0186.
സോ നെക്സ്റ്റ് ഇവിടെ നമ്മളിപ്പം ഞാൻ പറഞ്ഞു എ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇത് കോണ്ടാക്ട് ചെയ്തപ്പം ഇത് ബാലൻസ്ഡ് ആയി, നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, വർക്കിംഗ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിപ്പം ബാലൻസ്ഡ് ആയി. ദാറ്റ് ഈസ് E1 ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സെൽ വോൾട്ടേജ്. E1 ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് 1.0186 ആണ്. സോ E1 ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്ത് കിട്ടി 1.0186 എന്നാണ്. ഇപ്പം നമുക്ക് എസ്യൂം ചെയ്യാം ഈ സി എന്ന് പറഞ്ഞ കോണ്ടാക്റ്റ് 101.86 എന്ന് പറഞ്ഞ 86 സെൻറ്റിമീറ്ററിലാണ് ഏതുള്ളത് സി എന്ന് പറഞ്ഞ കോണ്ടാക്റ്റിൽ. അതായത് എ ടു സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 101.86 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്റിമീറ്ററിൽ എത്രയായിരിക്കും വോൾട്ടേജ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മൾ സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.0186 ആണ് സെൽ വോൾട്ടേജ്. അതായത് ഇപ്പം സ്റ്റാൻഡേർഡ് സെൽ വോൾട്ടേജും E1ഉം ഈക്വലായി. അപ്പോൾ E1 എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞത് 101.86. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഒരു സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു സെൻറ്റിമീറ്ററിൽ എത്ര വോൾട്ടേജാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 101.86 സെൻറ്റിമീറ്ററിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.0186 വോൾട്ടേജ്. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1.0186. അപ്പം നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 വോൾട്ട്. അതാണ് നമുക്ക് കിട്ടുക. അതായത് ഒരു സെൻറ്റിമീറ്ററിൽ നമുക്കിപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ട്? 0.01 വോൾട്ടേജ് ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഒരു സെൻറ്റിമീറ്ററിൽ 0.01 വോൾട്ടേജ്. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺനോൺ വോൾട്ടേജിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ എവിടെ ഓപ്പറേറ്റിലേക്ക് കൊണ്ടുവരണം. എസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിലേക്ക് ഇതുമായിട്ട് കോണ്ടാക്ട് വരണം. ദെൻ ഇനി ഇവിടെ നമുക്ക് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. റിയോസ്റ്റാറ്റ് നേരത്തെ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിൽ എന്താണോ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ പൊസിഷനിലായിരിക്കണം, ആ സെയിം വർക്കിംഗ് കറണ്ട് ആയിരിക്കണം ഇതിലൂടെ പാസ് ചെയ്യേണ്ടത്. അപ്പം ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഏതാണ്? ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റാണ്. അതായത് ഈ ജോക്കിയാണ് മൂവ് ചെയ്യുന്നത്. ഈ ജോക്കി മൂവ് ചെയ്തിട്ട് ഇപ്പോൾ പറയാം ഒരു 150 വോൾട്ടേജ് എത്തിയപ്പം നമ്മളെ ഗാൽവനോമീറ്റർ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി? 0 ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് നൾ ഡിഫ്ലക്ഷൻ. അതായത് നള്ള് ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് 0 ഡിഫ്ലക്ഷൻ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്? 150 ദാറ്റ് വോൾട്ടേജ്, അതായത് 0 to 150 വരെയുള്ള വോൾട്ടേജും അൺനോൺ വോൾട്ടേജും ഇയും എന്താണ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതായത് ഇതിപ്പോൾ ഗാൽവനോമീറ്റർ എന്താണ് നള്ള് കാണിക്കാൻ തുടങ്ങി. നൾ ഡിഫ്ലക്ഷനിലെത്തിക്കുമ്പോൾ 0 to 150 വോൾട്ടേജും അൺനോൺ EMFഉം എന്താണ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി 150 സെൻറ്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലാവില്ലേ എത്രയാണെന്ന്? സോ നമുക്കറിയാം ഒരു സെൻറ്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ആയിരുന്നു? 0.01 വോൾട്ടേജാണ്. അപ്പം 150 സെൻറ്റിമീറ്ററിലെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 150 into 0.01. ദാറ്റ് ഈസ് 150 into 0.01. അതായത് ഒരു സെൻറ്റിമീറ്ററിൽ 0.01 ആണ്. അപ്പോൾ 150 സെൻറ്റിമീറ്ററിൽ 150 into 0.01. ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരിക? 1.5 വോൾട്ട്. 1.5 വോൾട്ട്. അപ്പം നമുക്കിപ്പം ഇവിടെ എന്താണ് കിട്ടിയത്? 1.5 വോൾട്ടാണ് 150 സെൻറ്റിമീറ്ററിൽ വരുന്നത്. അപ്പോൾ 150 സെൻറ്റിമീറ്റർ അക്രോസ് വരുന്ന വോൾട്ടേജും അൺനോൺ വോൾട്ടേജും ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അൺനോൺ വോൾട്ടേജിൻ്റെ അല്ലെ അൺനോൺ EMFൻ്റെ വാല്യൂ എത്രയാണ്? 1.5 വോൾട്ടാണ്. സോ ഈ അൺനോൺ EMFൻ്റെ വോൾട്ടേജ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 1.5 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ട്? ദിസ് ഇസ് ഹൗ പൊട്ടൻഷ്യോമീറ്റർ വർക്ക്സ്. അപ്പം ഒരു പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? സ്റ്റാൻഡേർഡൈസേഷനാണ്. ദാറ്റ് ഈസ് കാലിബ്രേഷൻ. നെക്സ്റ്റ് ആണ് അൺനോൺ വോൾട്ടേജ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡൈസേഷനിൽ ഈ സ്വിച്ച് കാലിബ്രേറ്റ് എന്ന പൊസിഷനിലും അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഓപ്പറേറ്റ് എന്ന പൊസിഷനിലായിരിക്കും. സോ നെക്സ്റ്റ് നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, അതായത് പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് ലോ വോൾട്ടേജ് മെഷർ ചെയ്യാനേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെല്ലിൻ്റെ വാല്യൂ 1.0186 വോൾട്ടാണ്. സോ ആ സ്റ്റാൻഡേർഡ് സെൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം ഒരു 1.8 വോൾട്ട് അല്ലെങ്കിൽ നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് മാക്സിമം ഒരു 1.8 അല്ലെങ്കിൽ 1.6 വോൾട്ടേജ് വരെയൊക്കെയാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ടു മെഷർ ഹയർ വോൾട്ടേജസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ വി നീഡ് ടു കണക്ട് എ റേഷ്യോ ബോക്സ്, അതായത് വോൾട്ട് റേഷ്യോ ബോക്സ് കണക്ട് ചെയ്യണം. ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ വോൾട്ടേജസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വോൾട്ട് റേഷ്യോ ബോക്സ് കണക്ട് ചെയ്യണം. സോ നമുക്ക് വോൾട്ട് റേഷ്യോ ബോക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ദ വോൾട്ട് റേഷ്യോ ബോക്സ് മെഷർ ഹൈ വോൾട്ടേജസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ റെസിസ്റ്റീവ് പൊട്ടൻഷ്യൽ ഡിവൈഡർ വിച്ച് ഹാസ് മെനി ടാപ്പിംഗ്സ് ഓൺ ദ ഇൻപുട്ട് സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു റെസിസ്റ്റർ, ഒരു വോൾട്ടേജ് ഡിവൈഡർ പോലെയാണ് ഇത് വോൾട്ട് റേഷ്യോ ബോക്സ് ഉള്ളത്. സോ the volt ratio box uses for measuring the voltage having the value higher than 1.8 volt. അതായത് 1.8 വോൾട്ട് വരെയാണ് നമുക്ക് മാക്സിമം ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുക. സോ അതിൽ കൂടുതൽ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഒരു വോൾട്ട് റേഷ്യോ യൂസ് ചെയ്യണം. സോ അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ, ഹയർ വോൾട്ടേജിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട്, ഇപ്പം നമുക്ക് ഇവിടെ 300 വോൾട്ടേജ് കൊടുത്തു വെച്ചാൽ അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 150 വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റും. സോ വോൾട്ട് റേഷ്യോ ബോക്സ് ഒരു സ്റ്റെപ്പ് ഡൗൺ ഡിവൈസ് ആയിട്ടും ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഹയർ വോൾട്ടേജസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കൂടെ ഒരു വോൾട്ട് റേഷ്യോ ബോക്സ് കണക്ട് ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ വോൾട്ട് റേഷ്യോ ബോക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു വോൾട്ട് റേഷ്യോ ബോക്സ്. സോ ഇത് രണ്ട് ടെർമിനൽസ് ഉണ്ട്, കോമൺ ടെർമിനൽ, ഇത് കോമൺ ടെർമിനൽ ആൻഡ് ദിസ് ഇസ് നമ്മുടെ പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് പാർട്ട്. അപ്പം ഈ റെസിസ്റ്ററിൽ മാക്സിമം റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 30,000 ഓം ആണ്. ദെൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വരെയുള്ള റെസിസ്റ്റൻസ് 15,000. അതായത് നമ്മളിപ്പോൾ ഇതിലൂടെ ഒരു 10 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യുമെന്ന് വിചാരിക്കാം. സോ 10 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ the total resistance is 30,000. So what will be the voltage, total voltage across this resistance? 30,000 into 10 milliampere, that is 300 volt ആയിരിക്കും. അതേപോലെ ഈ പോയിന്റിൽ, ദിസ് പോയിന്റിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് 15,000 ആണ്. സോ കറണ്ട് 10 മില്ലി ആംപിയർ ആണ്, കാരണം ഇതിലൂടെ പോകുന്ന കറണ്ട് 10 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെയെല്ലാം 10 മില്ലി ആംപിയർ ആണ്. So 10 milliampere into 15,000, that is 150. So here also 10 milliampere, that into 7,500, that is 75 volt we will get. അപ്പം അതേപോലെ ഒരു പൊട്ടൻഷ്യോമീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്ത് 150 ഓം റെസിസ്റ്ററിന് അക്രോസ് ആണ്. സോ 150 into 10 milliampere. സോ ഇത് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് വരുന്ന ഇൻപുട്ട് എന്തായിരിക്കും, 1.5 വോൾട്ട് ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ അതിൻ്റെ ഒരു വോൾട്ടേജ് റേഷ്യോ ബോക്സിൻ്റെ കണക്ഷൻ വരുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, അതായത് റെസിസ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 300 വോൾട്ടിൻ്റെ ഉണ്ട്, ദെൻ ഇവിടെ ഒരു 150 വോൾട്ടിനുണ്ട്, ഒരു 75 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു അൺനോൺ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഈ റേഷ്യോ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്ത് നോക്കാം. സോ നമ്മളൊരു അൺനോൺ വോൾട്ടേജ് ഈ കോമൺ ടെർമിനലിലും ഇതിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. വി ക്യാൻ സേ വി ടി എന്ന് പറയാം, അൺനോൺ വോൾട്ടേജ്. അപ്പം അൺനോൺ വോൾട്ടേജ് കണക്ട് ചെയ്തപ്പം ഇതിലൂടെ ഇവിടെയുള്ള പൊട്ടൻഷ്യോമീറ്ററിലേക്ക് ഇവിടെ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്, പൊട്ടൻഷ്യോമീറ്റർ റീഡിംഗ് കാണിക്കുന്നത് 0.086 ആണ്. അതായത് ഒരു അൺനോൺ വോൾട്ടേജ് ഇതിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തപ്പം പൊട്ടൻഷ്യോമീറ്റർ റീഡിംഗ് കാണിക്കുന്നത് 0.0826 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ അൺനോൺ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം, എത്രയാണ് ഹയർ വോൾട്ടേജ് എന്നുള്ളത്, അത് നമുക്ക് വി ടി കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിലൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും അല്ലേ, കറണ്ട് സെയിം ആയിരിക്കും. സോ വി ടി ബൈ ആർ ടി എന്ന് പറയുന്നത് എന്താണ്, വി ടി എന്ന് പറയുന്നത് അൺനോൺ വോൾട്ടേജ്, ഇത് തമ്മിലുള്ള ഈ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആണ് വി ടി. ഇനി ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ആർ ടി. അപ്പോൾ വി ടി ബൈ ആർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് തന്നെയായിരിക്കും, ഇതിലൂടെ പോകുന്ന കറണ്ടും അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അക്രോസ് ഉള്ള കറണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് പൊട്ടൻഷ്യോമീറ്ററിലുള്ള വോൾട്ടേജ് ഇപ്പോൾ എത്രയാണ്, 0.0826 0.826 ആണ് പൊട്ടൻഷ്യോമീറ്ററിലെ വോൾട്ടേജ്.
ദാറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ് 150. അപ്പം 0.826 ഡിവൈഡഡ് ബൈ ആർ, അതായത് 150 ഇവിടെ ആർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത്. സോ 0.826 ഡിവൈഡ് ബൈ ആർ. അപ്പോൾ നമുക്കിനി വി ടി ഡിവൈഡ് ബൈ 0.826 എന്ന് പറഞ്ഞാൽ ആർ ടി ബൈ ആർ ആണ്. ആർ ടിയുടെ വാല്യൂ നമുക്കറിയാം, ടോട്ടൽ വാല്യൂ 3000 ഡിവൈഡഡ് ബൈ 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വാല്യൂ. Then Vt is equal to 0.0826 into 200, that is equal to 165.2 volt. അതായത് നമുക്ക് ഇപ്പോൾ അൺനോൺ വോൾട്ടേജ് കിട്ടി, ദാറ്റ് ഈസ് 165.2 വോൾട്ടേജ് ആണ് നമ്മുടെ അൺനോൺ വോൾട്ടേജ്. നമ്മൾ ഇതിനെ ക്രോസ് കണക്ട് ചെയ്തിരിക്കുന്ന അൺനോൺ വോൾട്ടേജ് ആണ് 165.2 വോൾട്ട് ആണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നമ്മളൊരു അൺനോൺ വോൾട്ടേജ് ഇവിടെ കണക്ട് ചെയ്തു. സോ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റീഡിങ് എത്രയാണ്? 0.826. ഇനി അതിൻ്റെ റേഷ്യോ, അതായത് ഇത് തമ്മിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസും അതേപോലെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആർ ടി ബൈ ആർ, അതെന്ന് പറയുന്നത് എന്താണ്? 200 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 200നോട് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. അതായത് ഈ പോയിന്റിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. അതായത് നമ്മൾ ഇതിന് എക്രോസ് ആണ് ഫസ്റ്റ് കോമൺ ടെർമിനലും അതേപോലെ ഈ ഒരു ടെർമിനൽ എക്രോസാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റീഡിങ് എത്രയാണോ അതിനോട് ജസ്റ്റ് 200 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ രണ്ട് ടെർമിനലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റീഡിങ്ങുമായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ കിട്ടും? അൺനോൺ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ഈ രണ്ട് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ റീഡിംഗ് മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 50 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന അൺനോൺ വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് ഹൗ വോൾട്ട് റേഷ്യോ ബോക്സ് ഈസ് യൂസ് ടു മെഷർ ദി ഹൈ വോൾട്ടേജസ്. അപ്പോൾ ഹൈ വോൾട്ടേജസ് വോൾട്ട് റേഷ്യോ ബോക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്കറിയാം, പൊട്ടൻഷ്യോമീറ്റർ എന്താണ് പറഞ്ഞത്? ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ടേജ് റേഷ്യോ ബോക്സ് കണക്ട് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യോമീറ്ററിൽ എന്ത് മെഷർ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കാലിബ്രേഷൻ ഓഫ് വോൾട്ട് മീറ്ററും കാലിബ്രേഷൻ ഓഫ് അമ്മീറ്ററും കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്ററും ആണ്. സോ ഈ 3 കാലിബ്രേഷനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. So that's all for today. Thank you.